ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആളെ കണ്ട വളരെ സീരിയസാ, പക്ഷേ നാവനങ്ങിയ തമാശ. അതിരിക്കട്ടെ, പത്മ എന്തിനാ കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് വന്നത്? ഞാൻ കറങ്ങി തിരിഞ്ഞൊന്നല്ല ഇങ്ങോട്ട് വന്നേ, നേരെ നടന്നു തന്നെയാ. വന്ന കാര്യം പറ പത്മ. അല്ല പ്രതാപേട്ട, അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുന്നതാ. ആ മാല മോഷ്ടാക്കളെ ഇത്ര പെട്ടെന്ന് എങ്ങനെ പിടികിട്ടി? ഇതെന്താ മിണ്ടാതിരിക്കുന്നേ? കള്ളന്മാരെ പിടികൂടിയ കാര്യമല്ലേ? അതെ, അതല്ലേ ചോദിച്ചത്. മാല മോഷ്ടിച്ചത് അവരായതുകൊണ്ട് അവരെ പിടികൂടി. അവന്മാരാ മാല മോഷ്ടിച്ചതെന്ന് എങ്ങനെ മനസ്സിലായിന്ന് ഞാൻ ചോദിച്ചേ. അത് കോമൺ സെൻസ് ഉണ്ട്. കോമൺ സെൻസ് കൊണ്ട് കള്ളന്മാരെ പിടിക്കാനൊന്നും പറ്റില്ല, അതിന് നല്ല ബുദ്ധി വേണം. എങ്ങനെയാ കള്ളന്മാരിലേക്ക് എത്തി പ്രതാപേട്ട? ഒന്ന് പറ പ്ലീസ്. നാട്ടിൽ നടക്കുമ്പോ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചാ നടക്കുന്നത്. ചിലരെ കണ്ട നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അവരുടെ സ്വഭാവമൊക്കെ. അതുപോലെ അന്യനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് നമ്മുടെ കൂപ്പിൽ പണിയെടുക്കുന്ന ഈ മുത്തുവിനെയും ചന്ദ്രനെയും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ആ ശാരദ വന്ന് മാല മോഷണം പോയെന്ന് പറഞ്ഞപ്പോഴേ ഇവരുടെ മുഖം എന്റെ മനസ്സിൽ വന്നു. അങ്ങനെയാ ഞാനും വേണൂട്ടിനും കൂടി പോയി അവരെ പിടികൂടിയത്. പിന്നെ അവന്മാര് പഠിച്ച കള്ളന്മാരൊന്നുമല്ല. അതാ മോഷ്ടിച്ച കാര്യം അവര് പെട്ടെന്ന് സമ്മതിച്ചത്. എന്തായാലും പ്രതാപേട്ടന്റെ ബുദ്ധി അപാരം തന്നെയാ, സമ്മതിച്ചു. കൺഗ്രാറ്റ്സ്. താങ്ക് യു. ദൈവമേ. അല്ല പ്രതാപേട്ട, പ്രതാപേട്ടനി ക്രൈം ഇൻവെസ്റ്റിഗേഷനിലൊക്കെ വളരെ എക്സ്പേർട്ടാ, ഇന്റലിജന്റുവാ. പോലീസ് സേനയിൽ ചേർന്നൂടെ? അല്ലെങ്കില് CBI-ല്? അതൊന്നും നമുക്ക് പറ്റില്ല പത്മേ. എനിക്കതിൽ താല്പര്യവുമില്ല. പിന്നെ പ്രതാപേട്ടന് ഇൻട്രസ്റ്റ് ഉള്ള പ്രൊഫഷൻ ഏതാ? ഏത് ജോലി ചെയ്യാനും ഞാൻ തയ്യാറാ. പക്ഷേ നമുക്കിഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നതല്ലേ അതിന്റെ ഒരു സുഖം. അതേതാന്നാ ഞാൻ ചോദിക്കുന്നേ. പല ലക്ഷ്യങ്ങളും മനസ്സിലുണ്ട് പത്മേ. പക്ഷേ നമ്മുടെ എല്ലാ മോഹങ്ങളും അതേപടി നിറവേറണമെന്നുണ്ടോ? എനിക്ക് വിധിച്ചിട്ടുള്ളത് എന്താണോ അതേ ദൈവം എനിക്ക് തരൂ. അതിൽ ഞാൻ സംതൃപ്തനായിരിക്കും. പ്രതാപേട്ടൻ പറഞ്ഞ ശരിയാ. നമുക്ക് വിധിച്ചിട്ടുള്ളത് എന്താണോ അത് വൈകിയാണെങ്കിലും നമുക്ക് കിട്ടും. ദൈവത്തിന് നമ്മളെ കുറിച്ചൊക്കെ ഓരോ പ്ലാനുണ്ട്. ദൈവമേ, ഇവളിത് എന്ത് ഭാവിച്ച? ഞാൻ പ്രതാപേട്ടനെ തിരിച്ചറിയാൻ വളരെ വൈകിപ്പോയി. അതില് എനിക്ക് കുറ്റബോധമുണ്ട്. എനിക്കിപ്പോ എന്തോ വല്ലാതങ്ങ് ഇഷ്ടായി.